ഹേ ഗായ്സ്, ഇറ്റ്സ് മീ എമ സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട +1 വിദ്യാർത്ഥികളെ, സപ്ലിമെന്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. അത് തന്നെ നിലവിൽ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് വന്നിരിക്കുന്നു. ജൂലൈ 2-ാം തീയതി മുതലാണ് സപ്ലിമെന്ററിയുടെ അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും കുട്ടികൾ ഈ ഒരാഴ്ച കഴിയുന്നത് വരെ സപ്ലിമെന്ററിയുടെ അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ജൂലൈ 2-ാം തീയതി സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആരംഭിച്ച് ജൂലൈ 31 കൂടിയാണ് നിങ്ങളുടെ സപ്ലിമെന്ററിയുടെ അഡ്മിഷൻസ് ക്ലോസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് നിലവിൽ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ജൂലൈ 31 ശേഷമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓഗസ്റ്റ് മാസത്തിലായിരിക്കും നിങ്ങളുടെ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് നടത്തുന്നുണ്ടാവുക. അത്രയും വലിയൊരു ഗ്യാപ്പ്, ഒരു മാസത്തെ ഗ്യാപ്പ് ഉണ്ട് നിലവിൽ സ്കൂളുകളിൽ ലഭിച്ചവരും. ഇനി സപ്ലിമെന്ററിയിലൂടെ, ആദ്യത്തെ സപ്ലിമെന്ററിയിലൂടെയൊക്കെ അഡ്മിഷൻസ് ലഭിക്കാനിരിക്കുന്നവരുമെല്ലാം ഈ ഒരു മാസം നിങ്ങൾക്ക് ഏത് സ്കൂളാണോ ലഭിച്ചത് അവിടെ നിങ്ങൾ പോയേ പറ്റുള്ളൂ. ഇനി ഒരു കുട്ടി എന്നോട് മെസ്സേജ് ചെയ്തു, സർ എനിക്ക് നിലവിൽ ഒരു സ്കൂളിൽ ലഭിച്ചിട്ടുണ്ട്, എനിക്ക് പോകാൻ തീരെ താല്പര്യമില്ല, ഞാൻ പോകുന്നുമില്ല. ജൂലൈ മാസത്തിന് ശേഷം ഓഗസ്റ്റിലെ ഫസ്റ്റ് വീക്കിൽ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് നടത്തിയിട്ട് എനിക്ക് കിട്ടിയാൽ പിന്നെ ഇത് അത്രയും ഒരു മാസം അവിടെ പോയത് വേസ്റ്റ് ആവില്ലേ? അതുകൊണ്ട് ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ട് പോയാൽ പോരെ. അപ്പോൾ ഞാൻ കുട്ടിയോട് ചോദിച്ചു, ഓഗസ്റ്റ് മാസത്തിൽ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് നടത്തുമ്പോൾ നിനക്ക് ഇന്ന സ്കൂളിൽ കിട്ടുമെന്ന് ഒരു ഉറപ്പ് പറയാൻ പറ്റുമോ? ആ കുട്ടി എന്നോട് ചോദിച്ചു, സാറിന് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, പറ്റും. 1% സാധ്യതയുണ്ട് നിനക്കവിടെ ലഭിക്കാൻ, 99% സാധ്യതയില്ല നിനക്കവിടെ ലഭിക്കാൻ. ഇപ്പോൾ ആ കുട്ടി 2 ദിവസമായിട്ട് സ്കൂളിൽ പോകുന്നുണ്ട്, തിങ്കളും ചൊവ്വയും. ഇനി ബുധനാണല്ലോ വരാനുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന, ഇഷ്ടമില്ലാത്ത സ്കൂളോ ഇഷ്ടമില്ലാത്ത കോഴ്സോ ലഭിച്ച കുട്ടിയാണെങ്കിൽ പോലും ഈ ഒരു മാസം നിങ്ങൾക്ക് ലഭിച്ച സ്കൂളിൽ പോയേ പറ്റുള്ളൂ. അതിന് മറ്റൊരു സൊല്യൂഷൻ ഇല്ല എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ ചില കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാനേജ്മെൻറ്റ് സ്കൂളിൽ അഡ്മിഷൻ എടുത്തിട്ട് പെർമനൻ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്ക് ലഭിച്ച സ്കൂൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. ഇതിനൊന്നും മറുപടി പറയേണ്ടത് ഞാനല്ല. ഈ മെസ്സേജുകൾ, ഇത്തരം അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് കൈമാറുക എന്നത് മാത്രമാണ് നിലവിൽ എമ സൊല്യൂഷൻ ചെയ്യുന്നത്. ഇതിനെതിരെ പ്രതികരിക്കേണ്ടതോ ഇതിനുള്ള ശക്തമായ മറുപടി നൽകേണ്ടതോ കൃത്യമായ മറുപടി നൽകേണ്ടതോ ഒന്നും ഞാനല്ല. എല്ലാം പൊതുവിദ്യാഭ്യാസ വകുപ്പും ഗവൺമെൻറ്റും ഭരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുമാണ്. ഓക്കെ, അവരോടുള്ള ദേഷ്യം നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ എന്നോട് തീർക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ശരി, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 2-ാം തീയതിയും അവസാനിക്കുന്നത് ജൂലൈ 31-ാം തീയതിയും, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് മാസത്തിലുമായിരിക്കും നിലവിൽ പ്രോസ്പെക്ടസ് പ്രകാരം. അത് അപ്ഡേറ്റഡ് ചെയ്ത് വീണ്ടും വന്നിരിക്കുന്നു. അതിൽ യാതൊരുവിധ മാറ്റവും ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കൂടുതൽ അപ്ഡേറ്റുകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ എമ സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.